ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:25 മുതലുള്ള വാക്യങ്ങൾ. തടവറയിലെ അത്ഭുതം. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലോസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹവാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യയ്ക്ക് ഒരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി. പേടിച്ചു വിറച്ച് അവൻ പൗലോസിൻ്റെയും സീലാസിൻ്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവർ അവനോടും അവൻ്റെ വീട്ടിലുള്ളവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള വചനങ്ങളിൽ അല്ലെങ്കിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഒന്നാണിത്. പൗലോസും സീലാസിനെയും വചനം പ്രഘോഷിക്കുന്നതിൻ്റെ പേരിൽ ജനങ്ങൾ അടിച്ച് അവശരാക്കി അവരുടെ വസ്ത്രങ്ങളൊക്കെ കീറി അവസാനം അവരെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്? കാരാഗൃഹത്തിലിരുന്ന് അർദ്ധരാത്രിയോടടുത്തിട്ടും കാരാഗൃഹത്തിലിരുന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൗലോസും സീലോസും. എന്തൊരു വിശ്വാസമാണ്! ഇത്രയധികം പീഡിക്കപ്പെട്ടിട്ടും അവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കാരാഗൃഹത്തിലിരുന്നു. അപ്പോൾ കാരാഗൃഹത്തിൻ്റെ അടിത്തറകൾ ഇളകി, ഒരു ഭൂമികുലുക്കമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറകൾ ഇളകി, വാതിലുകൾ തുറന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൂപ്പർവൈസർ, പുള്ളി ആത്മഹത്യക്ക് ഒരുങ്ങുകയാണ്. പുള്ളി കരുതി എല്ലാവരും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ പൗലോസും സീലോസും അയാളെ വിളിച്ച് പറയാണ്, ഞങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്, ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പം അയാൾ ഇതെല്ലാം കണ്ട് അത്ഭുതം കൂറുകയാണ്. ഈ കാരാഗൃഹത്തിൻ്റെ വാതിലുകളൊക്കെ എങ്ങനെയൊക്കെ പൂട്ടിയിട്ടുള്ളതായിരിക്കും. ഇവരുടെ ചങ്ങലകളൊക്കെ അഴിഞ്ഞു വീണു. ഇവർ സ്വതന്ത്രരായി. വേണമെങ്കിൽ ഇവർക്ക് ഓടിപ്പോകാമായിരുന്നു. ഈ അത്ഭുതം കണ്ട് അയാൾ പേടിച്ചു പോയി. അപ്പോൾ അയാൾ ഇവരോട് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അപ്പോസ്തലന്മാർ പറയുകയാണ്, നീ
കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അയാൾ അപ്രകാരം ചെയ്യുകയും ഉടനടി ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും അതിനെ തുടർന്ന് വളരെയധികം സന്തോഷവും സമാധാനവും കൈവരിക്കുകയും ചെയ്തു. ഇത് നമ്മളോടെല്ലാവരോടുമുള്ള ഒരു ഒരു വചന പ്രഘോഷണമാണ്. കർത്താവിനെ നിരന്തരം സ്തുതിക്കുക. നമ്മുടെ അവസ്ഥ എന്തു തന്നെയായിരുന്നാലും കർത്താവിനെ സ്തുതിക്കുക, കർത്താവിന് നന്ദി പറയുക, കൃതജ്ഞതയോടെയുള്ള ഒരു ജീവിതം നയിക്കുക. അപ്പോൾ നമ്മുടെ ബന്ധനങ്ങൾ അഴിക്കപ്പെടും, നമ്മൾ സ്വതന്ത്രരാകും. കർത്താവിന്, ദൈവത്തിന് സാധ്യമല്ലാത്ത ഒന്നുമില്ലല്ലോ. അത്ഭുതങ്ങൾ നടക്കും. അത്ഭുതങ്ങൾ നമ്മൾ ലോജിക്ക് വെച്ച് അനലൈസ് ചെയ്യരുത്. കാരണം ലോജിക്ക് വെച്ച് പ്രൂഫ് ഉണ്ടാക്കിയ പിന്നെ അത് അത്ഭുതമല്ല. എല്ലാവിധ അത്ഭുതങ്ങളും ഇല്ലോജിക്കലാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അത്ഭുതമെന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് രണ്ടാമത്തെ ഭാഗത്ത് ആ കാരാഗര അതിൻ്റെ അധിപനോട് ഇവർ പറയുകയാണ്, നീ കർത്താവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പം എന്താണ് ഈ രക്ഷ പ്രാപിക്കുക? ഈ ലോകത്തിൻ്റെ കുടില തന്ത്രങ്ങളിൽ നിന്നും നമ്മൾ രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ കെട്ടുകൾ അഴിക്കപ്പെടും. ഈ ലോകത്തിൻ്റെ കുടില തന്ത്രങ്ങളിൽ നിന്നും നമ്മൾ സ്വതന്ത്രരാകും. നമ്മൾ കർത്താവിൻ്റെ സമാധാനവും ആനന്ദവും നമ്മൾ അനുഭവിക്കും. ഈ ലോകം തരുന്നത് പോലെയല്ല യഥാർത്ഥ സന്തോഷം കർത്താവ് നമ്മൾക്ക് പ്രദാനം ചെയ്യും. അതിന് നമ്മൾ ആകെ കൂടെ ചെയ്യേണ്ടത് അനുദിനം കർത്താവിൻ്റെ വചനമാകുന്ന ജ്ഞാനത്താൽ സ്നാനപ്പെടണം. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കുളിക്കണം അനുദിനം. ആ വചനം ക്രമേണ നമ്മളിൽ പ്രവർത്തിക്കുകയും ക്രിസ്തു നമ്മളിൽ ജനിക്കുകയും നമ്മൾ സന്തോഷത്തോടെ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥ സന്തോഷവും സമാധാനവും നമ്മളും നമ്മുടെ കുടുംബവും അനുഭവിക്കും. നമുക്ക് പിന്നെ കർത്താവ് മാത്രം മതി. നമുക്ക് മദ്യം വേണ്ട, മയക്കുമരുന്ന് വേണ്ട, പൊങ്ങച്ചം വേണ്ട, ആരെയും കാണിക്കാനുള്ള ആർഭാടങ്ങൾ വേണ്ട, ധൂർത്ത് വേണ്ട, തലയ്ക്ക് മുകളിൽ ഒരു റൂഫും ഭക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടി പരിമിതമായ സാഹചര്യങ്ങളിൽ സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള കൃപ നമുക്ക് കർത്താവ് നൽകും. നമ്മൾ സംതൃപ്തരാകും. ഉള്ളതുകൊണ്ട് നമ്മൾ സംതൃപ്തരാകും. കർത്താവ് നമ്മളെ നയിക്കും. നമ്മൾ യഥാർത്ഥ സന്തോഷവും ആനന്ദവും നമ്മൾ അനുഭവിക്കും. ആകെ നമ്മൾ ചെയ്യേണ്ടത് കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിൻ്റെ വചനത്താൽ അനുദിനം സ്നാനപ്പെടുകയും വേണം. അപ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കും. ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ഇപ്പം ജ്ഞാനസ്നാനം എന്നൊക്കെ പറയുമ്പോൾ വെറുതെ തലയിൽ കൂടി കുറച്ച് വെള്ളമൊഴിക്കലും ഒന്നുമല്ല. അനുദിനം കർത്താവിൻ്റെ ജ്ഞാനത്താൽ സ്നാനപ്പെടണം.
ക്രമേണ നമ്മളിലെ അന്ധകാരം മാറി നമ്മളിൽ വെളിച്ചമുടലെടുക്കുകയും ആ വെളിച്ചത്താൽ നമ്മൾ പ്രശോഭിതരായി ഈ ലോകത്തിന് തന്നെ വെളിച്ചമേകുന്നവരാകും. ഇതാണ് കർത്താവിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി. ബാക്കിയുള്ളതെല്ലാം കൃത്രിമമാണ്. ഇതാണ് യാഥാർത്ഥ്യം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.